പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന ഒരു ചൊല്ലിന് സമാനമായിരിക്കുന്നു കേരളത്തിലെ LDFിന്റെ അവസ്ഥ. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം അവരുടെ കരണത്തെ കൊടുത്ത അടി ഒരിക്കലും അതിന്റെ വേദന അവർക്ക് മാറുന്നതല്ല. 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായി വന്നു. കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്നറിയുമ്പോൾ എന്തൊരു വലിയ ആഘാതമാണ് മുന്നണിക്കുണ്ടായിരിക്കുന്നത്. മുണ്ടുടുത്ത മോഡി എന്ന വിശേഷണത്തോടുകൂടി അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഹുങ്കും കാട്ടിക്കൊണ്ടിരുന്ന ശ്രീ പിണറായി വിജയന്റെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും നടപടിക്രമങ്ങൾക്കും കേരളത്തിലെ ജനത അതിശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ആരെയും കൂസാതെ കയ്യിലുള്ള അധികാരമെടുത്ത് ഉപയോഗിക്കാം, എതിർ ശബ്ദങ്ങളെയൊക്കെ മുഷ്ടി ചുരുട്ടി അമർച്ച ചെയ്യാമെന്നൊക്കെ ഉള്ളത് വ്യാമോഹമായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ജനാധിപത്യ ബോധവും സംസ്കാരവും സാക്ഷരതയുമുള്ള സമൂഹം ഇത്തരം ഭരണാധികാരികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമല്ല വേണ്ടത് എന്ന് അവർ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് 2019 തെരഞ്ഞെടുപ്പിന്റെ ഒരു തനി ആവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. ആകെ ഉണ്ടായ 2 മാറ്റങ്ങൾ: ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായിരുന്ന ആലപ്പുഴ സീറ്റ് അവിടെ പരാജയപ്പെട്ടതിന് പകരം അവർ ആലത്തൂർ പിടിച്ചെടുത്തു. പിന്നീട് ഇരു മുന്നണികൾക്കും കേരളത്തിലെ പരമ്പരാഗതമായ LDFിനും UDFിനും പൊതുവായി ഉണ്ടായ നഷ്ടമാണ് തൃശ്ശൂരിലെ NDAയുടെ വിജയം. ആ കാര്യത്തിൽ ആരാണ് ഇതിന് ഉത്തരവാദികൾ? കേരളത്തിൽ BJPക്ക് ചരിത്രത്തിലാദ്യമായി അക്കൗണ്ട് തുറക്കുവാൻ ആരാണ് കാരണക്കാരായത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകാൻ പോവുകയാണ്. എന്നാൽ ഇപ്പോൾ LDF ഏറ്റവും ഒടുവിൽപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ഏടാകൂടം ആണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭയിൽ ഒഴിവുള്ള 3 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 25-ാം തീയതി, ജൂൺ മാസം 25-ാം തീയതി നടക്കാൻ പോവുകയാണ്. നിലവിലുള്ള രാജ്യസഭ അംഗങ്ങളായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെ 2 പേരും അതുപോലെ LDFിൽ ചേർന്ന വൈകി ചേർന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രതിനിധിയും അവരുടെ കാലാവധി പൂർത്തിയാക്കി പുറത്തു പോവുകയാണ്. ഇനിയും 3 അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ സാങ്കേതികമായി അതിൽ 1 അംഗം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവകാശപ്പെട്ടതാണ്. അത് സംബന്ധിച്ചുള്ള UDFിന്റെ തീരുമാനം വൈകാതെ പുറത്തു വരും. ഇപ്പോഴത്തെ പ്രതീക്ഷ അനുസരിച്ച് മുസ്ലിം ലീഗ് ആയിരിക്കും അവരുടെ പ്രതിനിധിയെ നിശ്ചയിക്കുക, അവർക്കായിരിക്കും ആ സീറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 2 സീറ്റുകൾക്ക് വേണ്ടി 4-5 അവകാശികളാണ് രംഗത്ത് നിൽക്കുന്നത്. സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന CPMനും CPIക്കും കേരള കോൺഗ്രസിനും 3 പേർ പുറത്തു നിൽക്കുമ്പോൾ 2 സീറ്റുകൾ എങ്ങനെ പങ്കുവയ്ക്കാനാകും? ഈ വലിയ സമസ്യയാണ് ഇപ്പോൾ LDF നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സീറ്റ് നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്ന നിലയിൽ CPM ഇപ്പോൾ തന്നെ അടയാളപ്പെടുത്തി മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെയുള്ള ഒരു സീറ്റിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 2ാം കക്ഷിയായ CPIയും 3ാം കക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗവും തമ്മിൽ അവകാശം ഉന്നയിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് യാതൊരു കാരണവശാലും തങ്ങൾക്ക് പൂർത്തിയാക്കി നഷ്ടപ്പെട്ടു പോയ സീറ്റ് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള നിർബന്ധം ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് CPI. CPIക്ക് ആ 2ാമത്തെ സീറ്റ് യാതൊരു കാരണവശാലും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയുകയില്ല എന്ന നിലപാട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു.
അതേ സീറ്റിന് വേണ്ടിയുള്ള അവകാശമാണ് ഇപ്പോൾ കാലാവധി പൂർത്തിയായി പുറത്തു വരുന്ന ശ്രീമാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയമായി വലിയ ഒരു ഏടാകൂടത്തിലും പ്രതിസന്ധിയിലും പെട്ടു നിൽക്കുകയാണ്. അവർക്കാകെ ഉണ്ടായിരുന്ന പാർലമെന്റിലെ ഒരു സീറ്റ് കോട്ടയത്തെ തിരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ആ പാർട്ടിയുടെ ചെയർമാൻ വെച്ചുകൊണ്ടിരുന്ന ജോസ് കെ മാണി കൈവശം വെച്ചുകൊണ്ടിരുന്ന രാജ്യസഭാ അംഗത്വവും ഇപ്പോൾ പൂർത്തീകരിച്ച് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് അവർക്ക് ഏതെങ്കിലും വഴിയിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നുള്ള ദുരവസ്ഥയിലാണ്. അത് അവരുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും, ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അണികളാകെ അസ്വസ്ഥരാണ്. കോട്ടയത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അത് തകർന്ന് തരിപ്പണമായി. അവർക്കിനി പിടിവള്ളിയായി ആകെ ഉള്ളത് ഈ രാജ്യസഭാ സീറ്റാണ്. അത് CPM-ന്റെ ദാക്ഷിണ്യം കൊണ്ട് മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. അവിടെയാണ് CPI പിടിമുറുക്കിയിരിക്കുന്നത്. കൂട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളായിട്ടുള്ള NCPയും അതുപോലെ തന്നെ RJDയും അതുപോലെ തന്നെയുള്ള മറ്റ് കക്ഷികളുമൊക്കെ ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവരെയൊക്കെ സ്വാതന്ത്ര്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ അവർക്കും നൽകേണ്ടതായിട്ട് വരും. ഇതാകെ കൂടെ CPM-നെ കനത്ത ഒരു സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രശ്നം അവർ പരിഹരിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാണി കേരള കോൺഗ്രസിനെ മറ്റെന്തെങ്കിലും സമ്മാനമായി നൽകിക്കൊണ്ട് ഈ ആവശ്യത്തിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമമാണ് അണിയറയിൽ നടക്കുന്നത്. ക്യാബിനറ്റ് റാങ്ക് പദവിയുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം, പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ സ്ഥാനം തുടങ്ങിയ ചില വാഗ്ദാനങ്ങൾ കൊടുത്തതായിട്ടാണ് സമൂഹ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിലൊന്നും തങ്ങൾ തൃപ്തരാവുകയില്ല. ഞങ്ങൾക്ക് എന്തായാലും രാജ്യസഭാ സീറ്റ് ലഭിച്ചേ മതിയാവുകയുള്ളൂ എന്ന ആവശ്യം പാർട്ടി ചെയർമാനും മറ്റ് പാർട്ടി നേതാക്കളുമൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5 MLA-മാർ മാത്രമുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയ ഭാവി വളരെയേറെ അനിശ്ചിതത്വത്തിലാണ്. വരാൻ പോകുന്ന 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026-ൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുമൊക്കെ അവരെന്ത് നിലപാട് സ്വീകരിക്കും എന്ന് കാണേണ്ടിയിരിക്കുന്നു. LDF-നോടൊപ്പം നിന്നാൽ അവരുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന ആശങ്ക ഇപ്പോൾ പല കോണുകളിലായി വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ അണികളിൽ തന്നെ വളരെ അസ്വസ്ഥതയുണ്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, കാലാവസ്ഥയിൽ ഇപ്പോൾ കയ്യിലിരിക്കുന്ന സീറ്റ് കൂടെ നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഒരു പ്രാദേശിക പാർട്ടി എന്ന രീതിയിലുള്ള അംഗീകാരം പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. അതൊന്നും അതിപ്രഗത്ഭനായ KM മാണി ഒരു കാലത്ത് നയിച്ചിരുന്ന കേരള കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പരിസരമല്ല, ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് അവർ പിടിമുറുക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നത് എന്നത് കാത്തിരുന്നു കാണണം. CPI-യുടെ ആവശ്യത്തെയും കേരള കോൺഗ്രസിന്റെ ആവശ്യത്തെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് CPM-ന് മുന്നോട്ട് പോകാനാവുകയില്ല. CPM എടുക്കുന്ന തീരുമാനം ഏതെങ്കിലും ഒരു കക്ഷിക്ക് സ്വീകാര്യമുള്ളതായിരിക്കുകയില്ല. ഇരു കക്ഷികളും തുല്യ ശക്തികളോടുകൂടി അവരുടെ ആവശ്യം ആവർത്തിച്ചുന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത ആഘാതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടി ചില ന്യായീകരണങ്ങളുമൊക്കെയായി രംഗത്ത് വന്നപ്പോൾ പുതുതായി ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരയ്ക്ക് കയറും എന്ന രീതിയിലേക്ക് ചർച്ചകൾ
വഴിതിരിച്ച് വിടേണ്ടി വന്നിരിക്കുന്നു. അതിന്റെ തീരുമാനവും വളരെയേറെ ജിജ്ഞാസയോടുകൂടിയാണ് പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങളും മാധ്യമങ്ങളും ഒക്കെ നോക്കി കാണുന്നത്. ഏത് തീരുമാനമെടുത്താലും ഈ പറയുന്ന ഘടകകക്ഷികളിൽ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആ തീരുമാനം എടുക്കാൻ സാധ്യമല്ല. അതത്ര എളുപ്പമല്ല. വളരെ വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ CPM ഉൾപ്പെട്ടിരിക്കുന്നത്. അവരുടെ നേതാക്കൾക്ക് പോലും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പതിവ് പോലെ മുഖ്യമന്ത്രിയും മൗനം വെടിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മൗനം വളരെ പ്രശസ്തമാണ്. ഇത്തരം പ്രതിസന്ധികളിലൊക്കെ മാധ്യമ പ്രവർത്തകരോട് പോലും സംസാരിക്കാൻ വൈമുഖ്യമുള്ള, കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രകൃതമുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. ഈ കാര്യത്തിലും ആവർത്തിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം കൊടുക്കാതെ മാറി സഞ്ചരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സ്ഥിരമായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ശ്രീ ME ഗോവിന്ദനാകട്ടെ, LDFന്റെ കൺവീനർ ആയിട്ടുള്ള ശ്രീ EP ജയരാജനാകട്ടെ, താത്വികാചാര്യന്മാരായിട്ടുള്ള AK ബാലനും അതുപോലെ യുവ തുർക്കികളുമൊന്നും ഈ കാര്യത്തിൽ കമായുന്ന ലക്ഷണം ഇതുവരെ മിണ്ടിയിട്ടില്ല. എന്തായാലും കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് CPM പല കാരണങ്ങളാൽ കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു ഘട്ടം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനായിട്ടാണ് വരും ദിവസങ്ങളിൽ എല്ലാവരും കാത്തിരിക്കുന്നത്.